ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലങ്കോടാണ്, സീതാർകുണ്ട് വാട്ടർഫോൾസ്. അപ്പോൾ നമ്മൾ ആ വയലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ ഇവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ലോങ് വീഡിയോ ആണ്, എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്ന ആർച്ചാണ് കേട്ടോ, ഇത് നമ്മുടെ എൻട്രി ഭാഗമാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരാൾക്ക് 30 രൂപയാണ് അവിടുത്തെ ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 60 രൂപയായി കേട്ടോ. പിന്നെ അതിനുശേഷം കുഞ്ഞുങ്ങൾക്കില്ല കേട്ടോ. പിന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ചായ, കടി, സ്നാക്സ്, പിന്നെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പുമാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ കുറേ ഐറ്റംസും പിടിച്ചിട്ട് കുറച്ച് പേരുണ്ടാവും. പിന്നെ അവിടെയായിട്ട് വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കട പോലെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് പോകും തോറും നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് കാണാൻ. 2 സൈഡിലും നിറയെ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റുകാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ. നമുക്കത് ചെന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. ശരിക്കും നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്ര വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ആ മലയൊക്കെ കാണാനില്ലേ, അത്ര അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ പാലക്കാടാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. പിന്നെ നമ്മുടെ സർവ്വമായ സിനിമേൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ സമയത്ത് കൊല്ലങ്കോട് അതിന് മുമ്പേ ഫേമസ് ആണെങ്കിൽ അപ്പോൾ ഒന്നും കൂടി നമുക്ക് കാണാനുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് കേട്ടോ വേഗം പോയത് തന്നെ ഞങ്ങൾ. പിന്നെ അവിടെയായിട്ട് ഇങ്ങനെ ആർച്ച് പോലെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ പിന്നെ ഒരു വീടിൻ്റെ മേൽക്കൂര പോലെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അത്യാവശ്യം ഞങ്ങൾ പോയത് നല്ലൊരു വൈകുന്നേര സമയമായിരുന്നു. 5 മണി 5:30 സമയത്താണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. കാരണം രാവിലെ തൊട്ട് പോകാൻ പ്ലാൻ ചെയ്തെങ്കിൽ ഞങ്ങൾ പോകാൻ സമയം ആയിരുന്നു. പക്ഷേ ഏറ്റവും പോകാൻ അടിപൊളി സമയവും അത് തന്നെ ആയിരുന്നു തോന്നി കേട്ടോ പോയപ്പോൾ. കാരണം നല്ല വേനൽ സമയത്താണെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് പോണേനേക്കാളും ഈ ഒരു സമയം അല്ലെങ്കിൽ രാവിലെ നേരത്തെ പോകണം കേട്ടോ കുറച്ചുകൂടി ഭംഗി. അപ്പോൾ നമുക്ക് ഈ മഞ്ഞും കോടയൊക്കെ ഇറങ്ങിയതൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ, അതൊരു അടിപൊളിയായിരിക്കും കേട്ടോ ആ സമയത്ത് പോയാൽ. പിന്നെ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അസ്തമയ സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാത്തിലും എന്താ പറയുക, കതിരൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കിങ്ങനെ തൊട്ട് നോക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് പറിക്കാൻ പാടില്ലെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. CCTV കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാലും ചെറിയ കുഞ്ഞു പിള്ളേരൊക്കെ അറിയാണ്ടൊക്കെ പറിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കാണാൻ അത്രയും ഭംഗിയാണ്. പിന്നെ നമുക്ക് ഈ വയലൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ പണ്ട് കാരണവന്മാരൊക്കെ പറയണ പോലെ ഓരോ നെൽമണിയിലും അരിമണിയിലും അത് കഴിക്കാനുള്ളവൻ്റെ പേര് ഇതും പറയണ പോലെ ആയിരുന്നു കേട്ടോ. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ പാടത്ത് പണിയെടുക്കണ പറയണത്. കാരണം വേനൽ സമയത്തൊക്കെ പോയാൽ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാലക്കാടത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ ചുട്ടു പൊള്ളണ ചൂടായിരിക്കും കേട്ടോ. നമുക്ക് ആ ഒരു വേനൽ സമയത്ത് പോയാൽ നമ്മൾ കുറച്ച് ക്ഷീണിച്ച് പോകും കേട്ടോ. നമുക്ക് ആസ്വദിക്കാനും പറ്റില്ല. അപ്പം അത്രയും കഷ്ടപ്പെട്ട് അവർ ചെയ്യണതായിരിക്കും അല്ലേ ഇത്. നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഒരുപാടൊക്കെ എല്ലാവിടെയും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു കൊയ്ത്തിൻ്റെ സമയത്തല്ലേ നമുക്ക് ഈ ഒരു പച്ചപ്പ് കാണാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് വേനലായി, പിന്നെ ഗോൾഡൻ കളർ കൊയ്ത്ത് സമയമായി. ആ ഓരോരോ ഘട്ടം പറയണ വയലിന് കാണാൻ അത്രയും ഭംഗിയുള്ള സമയങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഞാറ് നടണ സമയമാണെങ്കിലും കണ്ടം പൂട്ടണ സമയമാണെങ്കിലും ഇതുപോലെ ഗ്രീൻ കളറിൽ ഇങ്ങനെ കതിരൊക്കെ വന്ന് നിൽക്കണ സമയം, പിന്നെ അത് കൊയ്ത്തിൻ്റെ സമയം ഉണ്ടല്ലോ, സ്വർണ്ണ കളറായിരിക്കും കേട്ടോ അപ്പോൾ കാണാൻ. അത് വേറൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അങ്ങനെ ഓരോരോ ഘട്ടങ്ങളും കാണാനും നമുക്ക് ആസ്വദിക്കാനും പറ്റണ ഒരിതാണ്. പണ്ടൊക്കെ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചപ്പും ഇത് പറയില്ല, അതുപോലെ നമുക്ക് ഇവിടെ ചെന്നാൽ ശരിക്കും നമുക്ക് കേരളമാണ് എന്നുള്ള ഇത് തോന്നും കേട്ടോ. ഓരോ അവിടെകളിലായിട്ട് പനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ തെങ്ങുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടവർ, ഇതിപ്പോൾ നമ്മൾ ഏർമാടം കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ 2-3 സ്ഥലത്തായിട്ട്. അത് ഏർമാടത്തിൻ്റെ മേലെ കയറി നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അതോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിനായിട്ട് കയറാൻ ഞാൻ കുഞ്ഞിനെ പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ചേട്ടനെ വിളിച്ചത്, എനിക്ക് പേടിയായിരുന്നു എങ്ങനെ പിടിച്ച് മേലെ കയറുമെന്ന് ഓർത്തു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മേലെ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റില്ല, അത് കുറച്ച് അടിപൊളിയായിരുന്നേ. പിന്നെ ഇത് അവിടെ ആനയുടെ സ്റ്റാച്ചു ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അരികിൽ പോയി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പോവാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം ശരിക്കും അവിടെ പോകാൻ പറ്റുന്ന ഭാഗമാണോന്ന് അറിയില്ല. എല്ലാവരും വഴി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങി നമ്മുടെ കാലങ്ങനെ പൂണ്ടുപോയിട്ടാ. ഞാൻ ഇറങ്ങിയില്ല, അതുകൊണ്ട് അപ്പുചേട്ടനാണ് കേട്ടോ ഇറങ്ങിപ്പോയി കുഞ്ഞിനെ ആനേനെയൊക്കെ തൊടിയിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വന്നു. എല്ലാവരും പോയി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആനേൻ്റെ അടിയിലൊക്കെ നിന്നിട്ട്. പിന്നെ അവിടെ തന്നെ ഈ പാടത്തിലോട്ട് വെള്ളം വിടുന്നുണ്ടല്ലോ, അവിടെ പോയി കാലൊക്കെ കഴുകി വൃത്തിയായി കേട്ടോ. മേത്തൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി എടുത്ത് നല്ല രീതിയിൽ.
പിന്നെ നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്ക് പോയി ഫാമിലി ആയിട്ട് ഇരിക്കാം, സംസാരിക്കാം. എന്താ പറയുക, നമ്മുടെ മനസ്സിനൊരു ഇതാണ് പറയില്ല, അതുപോലെ ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ സൈഡിൽ അരികിലായിട്ട് ഒരുപാട് വീടുകളും കാര്യങ്ങളും, ആ വീടിൻ്റെ ഫ്രണ്ടിൽ പ്രായമായ അമ്മൂമ്മമാരും പിള്ളേരും ഒക്കെ ഈ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയൊക്കെ വിൽക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വീട്ടിലുണ്ടായ പയറ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വഴിയിൽ വെളിച്ചെണ്ണ, പുളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും. അത് നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ 2 സൈഡിലും പാടായിരിക്കും വണ്ടിയിൽ പോകുമ്പോൾ. നമുക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ അടിപൊളിയായിരിക്കും. ഇതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പോയില്ലെങ്കിൽ പോകണം എന്നാണ് പറയണത് കേട്ടോ. പിന്നെ കുഞ്ഞിനായിട്ട് അവിടെ ഇരുന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചിരിയും കൂടെ ഒന്ന് നടക്കാൻ ഞങ്ങൾ സ്ട്രോങ് ആയിക്കിട്ട് ഞങ്ങൾ അവിടെ ഓടി നടക്കും. പൂവിലൊക്കെ പിച്ചാനും വലിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഫാമിലീസാണ് കേട്ടോ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് പോകുമ്പോൾ തന്നെ ഐ ലവ് കൊല്ലങ്കോട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. മലേൻ്റെ വ്യൂ ആണ് കേട്ടോ, പറയാൻ പറ്റില്ല, അത്ര ഭംഗിയാണ്. പിന്നെ വെള്ളച്ചാട്ടം ഞങ്ങൾക്ക് കാണാൻ, നമുക്ക് അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ആക്കും കേട്ടോ. അതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇതും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ പിന്നെ പാർക്കിംഗ് സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.